അല്ല അന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വരും. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സ് സുരേഷ് അറിയാമല്ലോ, സുരേഷ് പിന്നെ എല്ലാവരും ഒരു 99% പ്രിയദർശൻ്റെ ഷൂട്ടിങ്ങിന് അവിടെ കാണും. ഏത് പടമാണെങ്കിലും എവിടെ ആണെങ്കിലും അവിടെ കാണും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ തമാശയും പിന്നെ ശ്രീനി ഉണ്ടെങ്കിൽ പിന്നെ നോക്കുക വേണ്ട. കാരണം നമുക്ക് പിന്നെ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടത്തില്ല. കാരണം നമ്മളൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പൊളിച്ചടുക്കി നമ്മുടെ തലയിൽ കൂടെ മുണ്ടിട്ടുകൊണ്ട് പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. പിന്നെ പറയണോ, പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ, പിന്നെ ജഗദീഷ് ശ്രീകുമാർ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് 300 കാര്യമാണ് ഇങ്ങോട്ട് തിരിച്ചു തരുന്നത്. അപ്പോൾ അത് നമ്മൾ കേട്ടോണ്ടിരിക്കാൻ മാത്രമേ പറ്റൂ. നമ്മൾ അതിനകത്ത് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചീറ്റിപ്പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു സൗഹൃദ കൂട്ടായ്മയായിരുന്നു. പിന്നെ പ്രിയൻ്റെ പടങ്ങൾക്കൊന്നും അങ്ങനെ വലുതായിട്ട് അന്നത്തെ ചിത്രങ്ങൾക്ക് ശ്രീനിയെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ സ്ക്രിപ്റ്റ് ഇവർ രണ്ടുപേരും കൂടെ ഏകദേശമൊക്കെ ഒന്നുണ്ടാക്കും. പിന്നെ സെറ്റിലാണ് സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത്. പക്ഷെ അത് മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ ഒരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു സ്ക്രിപ്റ്റിനെ ഫോളോ ചെയ്ത് പോകുന്നതിനെക്കാട്ടിൽ ആ കൂട്ടായ്മയിൽ അങ്ങനെയാണോ പിന്നെ വിനീതിനും? ഇല്ലില്ല, ഞങ്ങൾ നേരത്തെ എഴുതിയിരിക്കും. പക്ഷെ അവിടെ അതല്ല, അവിടെ ഒരു ത്രെഡ് കാണും. ആ ത്രെഡിനെ പിന്നെ എല്ലാവരും കൂടെ അങ്ങ് ഡെവലപ്പ് ചെയ്യാണ്. എക്സാക്ട്ലി പാട്ടൊക്കെ നേരത്തെ എടുക്കും എങ്കിലും അങ്ങനെയൊക്കെയാണ്. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് കിളിച്ചുണ്ടൻ മാമ്പഴം, അതല്ലേ അതെ വിദ്യാസാഗറിൻ്റെ സ്റ്റുഡിയോയിൽ. അപ്പം വിനീത് വരുന്നു, പാടുന്നു. എന്നിട്ട് വൈകുന്നേരം ഞാൻ പോയപ്പോഴത്തേക്ക് ഈ പാട്ടിട്ട് കേട്ടപ്പോൾ ഞാനും ശ്രീനി ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട്, നല്ല ശബ്ദമാണ്, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വോയിസാണ്. അവന് പാട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എന്തിന് പഠിക്കണം, പാടുന്നുണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് പഠിച്ചൊരു ചെമ്മാങ്കുടി ശ്രീനിവാസയുടെ കാര്യമൊന്നുമില്ല, പാടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പല ഓർമ്മകളും ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വടക്ക് നോക്കി യന്ത്രം എന്നൊരു ചിത്രമുണ്ട്. അപ്പം അതിനകത്ത് വിന്ധ്യൻ ആയിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹം ഒരു പാട്ടേ ഉള്ളൂ, മായാമയൂരം എന്നുള്ള പാട്ട്. ഈ പാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നായർ മെസ്സിൽ കഴിക്കാൻ വേണ്ടി ഞാനും ശ്രീനിയും കൂടെ പോയപ്പോഴത്തേക്ക് ആവശ്യമില്ലാത്തൊരു ചോദ്യം, നീ പ്രേമലേഖനം എഴുതിയിട്ടുണ്ടോ, ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്? അപ്പോൾ എനിക്ക് ഒന്നും ഒരു പിടിയും കിട്ടിയില്ല. കാരണം ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഓംലേറ്റും മറ്റേ മട്ടൻ്റെ ചെറിയ ഇതിനകത്ത് തരുമല്ലോ, ചെറിയ ഇതിനകത്തൊക്കെ തരുന്ന അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നതിനിടയിലൊരു ചോദ്യം, നീ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എഴുതിയിട്ടുണ്ട്. ദശലക്ഷം അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തായിരുന്നു അതിനകത്ത് ഒരു നല്ല ഇതുള്ള കാരണം, ഒരു ഹ്യൂമറായിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഈ സിനിമ റിലീസായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്യായിരുന്നു, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കളക്ട് ചെയ്തിട്ട്. അപ്പോൾ അതാണ് ഒരു റിയൽ ആർട്ടിസ്റ്റ്. കാരണം ആ എക്സ്പീരിയൻസ് റിയൽ എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് കുറേ സാധനം എൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മ എല്ലാ കാലഘട്ടത്തിലും ഒരു കൂട്ടായ്മയുണ്ട്. അന്നത്തെ ഒരു കൂട്ടായ്മ, ഇന്നത്തെ ഇതാ കണ്ടില്ലേ വേറൊരു കൂട്ടായ്മ. ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഗാനമേളയ്ക്ക് പാടുന്ന പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട, അത് ഞാൻ സുബ്രഹ്മണ്യം സാറിനെ കാണുന്നത് എൻ്റെ ചേട്ടൻ്റെ കൂടെ പോയിട്ട് മെർലാൻഡ് സ്റ്റുഡിയോ നേമത്ത്, മെർലാൻഡ് സ്റ്റുഡിയോയിൽ പോയിട്ട് അദ്ദേഹത്തിനെ കാണണമെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റൂമിൽ നിന്ന് വരും, വന്നവിടെ ഇരിക്കും. എല്ലാവർക്കും മുട്ട് വിറയ്ക്കും കാണുമ്പോൾ. കാരണം തമാശ പറഞ്ഞല്ല, കാരണം ഞാനൊക്കെ ദൂരത്ത് നിന്നാണ് കാണുന്നത് കൊച്ചിൽ. എന്നിട്ട് അതിനകത്തൊരു അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഒരു 10 പാട്ടെങ്കിലും കാണും. ഇപ്പോൾ കുമാരസംഭവം ആയാലും ഏത് സിനിമയായാലും പുരാണ പടങ്ങളിൽ പണ്ടെടുത്ത് ഹിറ്റാക്കിയ ഒരു ബാനറാണ് മെർലാൻഡ്. അതെ. അപ്പോൾ അതിനകത്ത് ഒരു പാട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മഹാഭാഗ്യമാണ്. അന്നാണ് എൻ്റെ ചേട്ടന് ഒരു ചാൻസ് കിട്ടിയത്, മല്ലാക്ഷി മണി മാറൽ എന്ന് പറഞ്ഞ് പി സുശീലാമ്മയായിട്ട് പാടാൻ. അപ്പം പിന്നെ അവർ തമ്മിലുള്ള ചീട്ടുകളിയൊക്കെ ഉണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ മുതലാളിയുടെ ഈ തുർപ്പൂരാൻ കളിക്കുമ്പോഴത്തേക്ക് കൃഷ്ണ ഇളമൺ, അവന് ചിലപ്പോൾ മനസ്സിലാവത്തില്ല, അന്നത്തെ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം ഇവിടെ എല്ലാവരും കളിക്കുമ്പോഴത്തേക്ക് സുബ്രഹ്മണ്യ മുതലാളിയുടെ ചീട്ട് മാത്രം വെട്ടത്തില്ല. വെട്ടാൻ മറ്റേ തുറുപ്പ് കയ്യിലുണ്ടെങ്കിലും വെട്ടത്തില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവന്റെ ജോലി പോകും, പേയ്മെന്റും കിട്ടത്തില്ല. പേയ്മെന്റ് കറക്റ്റാ, എന്നാലും ജോലി പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ കണ്ടു വളർന്നതാണ്. അപ്പം ഇന്നലെ ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ മെർലാൻഡ് സ്റ്റുഡിയോയുടെ കാര്യവും. അതുപോലെ അപ്പം ഷാൻ പറഞ്ഞു, ഷാൻ്റെ ഭാഗ്യം. ഷാൻ പറഞ്ഞു, എന്താണ് ഷാൻ?
പറയൂ അതിന്റെ ബാക്കി പറയൂ ഷാനെ. ഷാനിക്കയുടെ പേയ്മെന്റ് ഒന്നും വെട്ടി കുറച്ചിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു വിശാഖ, അതായത് മെറിലാൻഡ് സിനിമയുടെ തിരിച്ചുവരവ്, ആ തിരിച്ചുവരവ് ലവ് ആക്ഷൻ ഡ്രാമയായിരുന്നു. അപ്പൊ അതില് മ്യൂസിക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്റെ ഭാഗ്യം എന്ന് ഞാൻ ഇന്നലെ അതെ പറഞ്ഞു. യെസ്. വിനീത സത്യം. മനുഷ്യ ഞാനൊന്നിനുമില്ല ശരത്തട, ഞാൻ കേട്ടോണ്ടിരിക്കുക. Superstar.